ഗുരുവിൻ്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 12-ാം തിരുവാക്യം. യേശു അരുളി ചെയ്തു, സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. കാരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെടുക. കർത്താവെ, അധ്വാനിച്ച് അങ്ങ് ദാനമായി നൽകിയ ഈ ലോക ജീവിതത്തിൽ ദൈവമേ, അങ്ങയോട് ചേർന്ന് നിന്ന് അധ്വാനിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ. എന്തെന്നാൽ അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്യുന്നുവല്ലോ, ഇടുങ്ങിയതും വീതി കുറഞ്ഞതുമായ വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ. കർത്താവെ, ഞങ്ങളുടെ ശരീരത്തിന്റെ ഹിതത്തെ ദൈവമേ നിഹനിച്ചുകൊണ്ട്, ദൈവമേ ഞങ്ങളുടെ ശരീരത്തിന്റെ മോഹങ്ങളെയും പ്രവണതകളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആത്മാവിന്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ, അതുവഴി ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിച്ച് സ്വർഗത്തിലേക്ക് എത്തപ്പെടുവാൻ. കർത്താവെ, ഈ ലോക ജീവിതത്തിൽ ആത്മാവും ശരീരവും തമ്മിലുള്ള വലിയൊരു ബലപ്രയോഗത്തിൽ കർത്താവെ ആത്മീയരായി ജീവിച്ച് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവായ ദൈവം നൽകുന്ന മുന്നറിയിപ്പ് പോലെ ആത്മാവിന് നിന്റെ ഈ ലോക ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുവാൻ ഈ ദിവസം ദൈവം തന്നെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാർ യോസേപ്പിന്റെയും മാധ്യസ്ഥവും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറി